അന്താരാഷ്ട്ര കോടതി അടക്കം നടപടിയെടുത്തിട്ടും ഇസ്രായേൽ തെമ്മാടിത്തം തുടരുന്നു. ഇന്നലെ ഹമാസിന്റെ പെർഫോമൻസ് ആയിരുന്നു കണ്ടിരുന്നത്. ടെൽ അവീവിലേക്ക് ഹമാസ് മിസൈൽ വർഷം നടത്തി. അതിന് തിരിച്ചടിയായി റഫേൽ സംഹാര താണ്ഡവമാടുകയാണ് ഇസ്രായേൽ, എല്ലാ യുദ്ധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്. 2000 പൗണ്ടിന്റെ ബോംബുകൾ വിപുലമായ രീതിയിൽ റഫേലിലെ സാധാരണക്കാർക്ക് മേൽ പ്രയോഗിച്ചിരിക്കുന്നു ഇസ്രായേൽ. 2000 പൗണ്ടിന്റെ ബോംബുകൾ പ്രയോഗിക്കുന്നതിൽ കുറെ നിബന്ധനകളുണ്ട് യുദ്ധത്തിൽ. എതിരാളികൾക്ക് നേരെ, അതായത് ഹമാസ് പോരാളികൾക്ക് നേരെ പ്രയോഗിക്കാം. പക്ഷേ ഇസ്രായേൽ പ്രയോഗിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് നേരെയാണ്, ജനക്കൂട്ടത്തിന് നേരെ, അഭയാർത്ഥികൾക്ക് നേരെ, അഭയാർത്ഥികളായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ. അവിടെയൊക്കെ സംഹാര താണ്ഡവം ആടുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസ അധിനിവേശം തിരിച്ചടിയായി മാറി. അധിനിവേശം തിരിച്ചടിയായപ്പോൾ വംശഹത്യ നടത്തി ഇസ്രായേൽ. വംശഹത്യയിൽ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളും ഗർഭിണികളും ഒക്കെ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയും തെക്കൻ ഗസയും വിട്ട് ഇപ്പോൾ ഹമാസിന്റെ ശക്തി കേന്ദ്രമായ റഫേൽ എത്തിയിരിക്കുന്നു ഇസ്രായേൽ. വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യൂനിസും ഒന്നും കീഴടക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല. അതിന്റെ കലിപ്പ് മുഴുവൻ അവർ തീർക്കുന്നത് റഫേലാണ്. 2000 പൗണ്ടിന്റെ ബോംബുകളാണ് റഫേൽ അവർ പ്രയോഗിച്ചിരിക്കുന്നത്. ജനക്കൂട്ടത്തിന് നേരെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. റഫേലിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്നു. ഇതുവരെ റഫേൽ 40ഓളം അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തുവരും. ഔദ്യോഗിക റിപ്പോർട്ട് 40 ആണെങ്കിലും അതിൽ കൂടുതൽ പേർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇസ്രായേലിന്റെ സമനില തെറ്റിയിരിക്കുന്നു. സമനില തെറ്റുമ്പോൾ ഒരു ഭ്രാന്ത് പിടിച്ച ഭരണാധികാരിയായ നെതന്യാഹു എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ ചെയ്തിരിക്കുന്നു. 2000 പൗണ്ടിന്റെ ബോംബുകളാണ് ഇപ്പോൾ വർഷിച്ചിരിക്കുന്നത്. ബോംബ് വർഷം തന്നെ നടത്തുകയാണ് ഇസ്രായേൽ. ഹമാസിനെ തോൽപ്പിക്കാനാവാത്തതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ കുതിര കയറുകയാണ് ഇസ്രായേൽ. സാധാരണക്കാരായ ജനങ്ങൾ റഫേൽ ഭയവിഹ്വലരാണ്. റഫ അതിർത്തി അടച്ചത് കാരണം രക്ഷാപ്രവർത്തനങ്ങൾ, അവർക്ക് ഭക്ഷണമടക്കമുള്ളവ എത്തിക്കാനുള്ള സാധ്യതകളും ഇസ്രായേൽ തടഞ്ഞു. ഇങ്ങനെ റഫേൽ മനുഷ്യത്വരഹിതമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു. ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തിന് തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകാം എന്നതും ശ്രദ്ധേയം. ഹിസ്ബുള്ള പറഞ്ഞു കഴിഞ്ഞു ഒരു സർപ്രൈസിന് കാത്തിരിക്കാൻ. ഇബ്രാഹിം റൈസിയുടെ മരണം ഒരുപാട് ദുരൂഹതയുള്ളതാണെങ്കിലും ഇറാന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അതൊരു അപകട മരണമാണെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇബ്രാഹിം റൈസി പോയാലും ഇറാൻ ഹമാസിന് പിന്തുണയുമായുണ്ട്. ഇറാന്റെ ആയുധങ്ങൾ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പക്കലുണ്ട്. ആ ആയുധങ്ങൾ ഇസ്രായേലിന്റെ ആയുധങ്ങളെക്കാൾ ശക്തിയേറിയ ആയുധമാണ്. അതുപയോഗിച്ചാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും ഒക്കെ ഇസ്രായേലിനെതിരെ പോരടിക്കുന്നത്. എന്തായാലും റഫേൽ സംഹാര താണ്ഡവമാടി മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ നടത്തിയിരിക്കുന്നു ഇസ്രായേൽ.